കസ്റ്റമർ ഒരു ഐറ്റം അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉണ്ടാക്കുന്നതിന് പുറമേ ആയിട്ട് പേക്കിംഗ് എന്നുള്ള രീതിയിൽ നല്ലതുപോലെ ചിലവ് വരില്ല. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ച സാധനങ്ങളോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ ഐറ്റംസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ബോക്സ് തീർന്നുകൊണ്ട് നമുക്ക് ഇന്നലെ കുറേ ഒന്നും അയക്കാൻ ഒന്നും അയക്കാൻ പറ്റില്ല ബീഡ്സിൻ്റെ. അപ്പോൾ ഞാൻ വിഷ്ണു കൂടി രാവിലെ പോയി ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വിഷ്ണു ഞാൻ പോകാൻ ടൈം ആയെങ്കിൽ പോലും ഇതൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ കൂടെ വന്നു. 1300 രൂപയായിട്ട്, അതായത് നമ്മുടെ ബോക്സും പിന്നെ ഈ ബബിൾ റാപ്പറും കൂടെ എല്ലാം കൂടെ 1300 രൂപയായി. ഞാൻ പിന്നെ അതൊക്കെ പൊതിഞ്ഞു. പിന്നെ ഈ ഒരു കവറുണ്ടല്ലോ, ഈ കവറിന് നല്ല റേറ്റാണ് വരുന്നത്. അതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കുമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റായി. അപ്പോഴും ഇന്നലെ നിങ്ങൾ കണ്ടായിരിക്കും കുറേ ഞാൻ ബിഗിനേഴ്സ് കിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം വന്നപ്പോൾ അടുത്തൊരു സാധനം ഇല്ല. അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അഡ്രസ്സ് എഴുതുന്ന ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് തീർന്നുപോയി. കഴിഞ്ഞ മാസം നമ്മൾ 300 എടുത്താണ് തീർന്നു പോയി. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് പോയിട്ട് 300 വീണ്ടും പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട്, അപ്പോൾ നമുക്ക് കടയിലുള്ള ആൾ ചോദിച്ചത് എന്തിനാണ് ഇത് കാരണം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ കഴിഞ്ഞ മാസം 300 എടുത്ത്, ഈ മാസം 300 എടുത്ത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇന്നതുപോലെ ഓൺലൈൻ ബിസിനസ്സാണ്, ഹെയർ അക്സസറീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിനും എനിക്ക് തോന്നുന്നു ഒരു 300 രൂപ എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു.